അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റമദാൻ മാസത്തിൽ പ്രത്യേകമായി നാം ചൊല്ലുന്ന ചില ദിക്റുകളുണ്ട്. ആ ദിക്റിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ പൊതുജനങ്ങൾക്ക് വരാറുമുണ്ട്. അത് തിരുത്തലും ആ ചൊല്ലുന്ന ദിക്റിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിത്തരലുമാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കൊണ്ടുള്ള ലക്ഷ്യം. അള്ളാഹു സ്വാലിഹായ അമലാക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. റമദാൻ മാസത്തിൽ 3 പ്രത്യേകം ദിക്റുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ആദ്യ 10 റഹ്മത്തിൻ്റെ 10ആണ്, രണ്ടാമത്തേത് മഗ്ഫിറത്തിൻ്റെതും, മൂന്നാമത്തേത് നരകമോചനത്തിൻ്റെയും. അപ്പോൾ ഈ 3 പ്രത്യേകമായി നമ്മൾ ചൊല്ലേണ്ട ദിക്ർ പലപ്പോഴും തെറ്റിച്ചു ചൊല്ലുമ്പോൾ അർത്ഥം മാറുന്നു. അതുകൊണ്ട് അത് ശ്രദ്ധയോടുകൂടെ ചൊല്ലാൻ എല്ലാവരും വീഡിയോ നന്നായി കേട്ട് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യ 10 റഹ്മത്തിൻ്റെ 10ആണ്. ആ റഹ്മത്തിൻ്റെ 10 നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10ആണ്. അവിടെ നാം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം നൽകണമേ. ഇവിടെ പലപ്പോഴും നമ്മൾ ചൊല്ലുമ്പോൾ ചില മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. ആദ്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമായി ഉച്ചരിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. അസ്അലുകൽ ജന്ന, അള്ളാഹുവെ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വ അഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് അഭയം തേടുന്നു. ഇത് എല്ലാ 10 ആവർത്തിച്ച് നമ്മൾ ചൊല്ലേണ്ടതാണ്. ആദ്യത്തെ 10 അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ, കരുണാവാരിധിയായ അള്ളാഹുവേ എന്നോട് നീ കാരുണ്യം കാണിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ചൊല്ലാൻ ശ്രമിക്കുക. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10ആണല്ലോ. അവിടെ നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ മുഴുവൻ നീ പുറത്തു തരണമേ. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവേ. അപ്പോൾ ലോകരക്ഷിതാവായ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ മുഴുവൻ നീ പുറത്തു തരണമേ എന്നാണ് ആ ദിക്റിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ 10 നമ്മൾ ചൊല്ലുന്ന ദിക്ർ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇത് പല ആളുകളും തെറ്റിച്ചുകൊണ്ടാണ് ചൊല്ലാറുള്ളത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണമേ, നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണമേ. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ചോദ്യമാണ്, ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മിൽ നിന്ന് തെറ്റ് വരാറുണ്ട്. പല ആളുകളും അല്ലാഹുമ്മ അഅ്തിഖ്നി എന്ന് പറയും, അലിഫിനെ ഒഴിവാക്കും. അലിഫിനെ ഒഴിവാക്കാൻ പാടില്ല, അല്ലാഹുമ്മ അഅ്തിഖ്നി എന്ന് തന്നെ പറയണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണമേ. വഅദ്ഖിൽനി എന്നാണ് ഒരു കസ്റുള്ള നൂനാണ്. അവിടെ ചിലവരൊക്കെ വഅദ്ഖിലിൽ ജന്നത എന്തൊക്കെയോ അവിടെ പറയാറുണ്ട്, ശ്രദ്ധിക്കുക. വഅദ്ഖിൽനിൽ ജന്ന യാ റബ്ബൽ ആലമീൻ, എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. ഇനി മൂന്നാമത്തെ 10 നമ്മൾ പറയുന്ന മറ്റൊരു ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇവിടെയും ധാരാളമായി തെറ്റ് സംഭവിക്കാറുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നീ, എന്നെ തൊട്ട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ, എന്നെ തൊട്ട് നീ മാപ്പ് ചെയ്യണമേ.
ഇവിടെ നമ്മൾ പറയുമ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അഫുവ് എന്നാണ് വാക്ക്. അഫുവ് എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച. അഫുവ്വുൻ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ. അവിടെയും എന്തോ പറയാറുണ്ട്, തുഹിബ്ബുൽ അഫ്വ. എങ്ങനെയാണ് പറയേണ്ടത്? ഫഅഫു അന്നി. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫഅഫു, അതിനുശേഷം അന്നി എന്നാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.